റോഷ്നി, നമ്മൾ എങ്ങോട്ടേക്കാണ് ഇന്ന് യാത്ര? യെസ്, അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നയാഗ്ര ഓൺ ദ ലേക്കിൽ ടാസ്കിൽ ട്യൂലിപ്പ് കാണാൻ പോവുക. അപ്പം ബാക്കി വിശേഷങ്ങൾ ഓൺ ദ വേ. അങ്ങനെ ഞങ്ങൾ നയാഗ്രയ്ക്ക് പുറപ്പെട്ടു. അപ്പോൾ ഇവിടെ ടൊറൻറ്റോയിൽ നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂറോളം എടുക്കും. കാരണം നയാഗ്ര ഓൺ ദ ലേക്കിലാണ് ഈ ടാസ്കിൻ്റെ ട്യൂലിപ്പ് ഫാം ഉള്ളത്. ഞങ്ങൾ നേരിട്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുറച്ച് പർച്ചേസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്യൂലിപ്പ് ഫാമിലേക്ക് പോകുന്നത്. പിന്നെ ഞങ്ങൾ ഓൺലൈനിൽ നോക്കിയപ്പം വൈകുന്നേരത്തേക്കുള്ള ടിക്കറ്റ് എടുക്കുക എന്നുള്ള രീതിയിൽ വൈകുന്നേരത്തിലേക്ക് ടിക്കറ്റ് എടുത്ത് വെച്ചപ്പം പിന്നെ സേഫർ സൈഡാണ്, നമുക്ക് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അങ്ങ് എത്തിയാൽ മതി. പിന്നെ വൈകുന്നേരം ആകുമ്പം വെയിലുണ്ടാവില്ല, സൺസെറ്റ്, ഗോൾഡൻ അവർ, ഇതൊക്കെ ചിന്തിച്ചിട്ടാണ് അങ്ങനെ ഒരു ടൈം എടുത്തത്. അങ്ങനെ ഞങ്ങൾ പോയി. അപ്പം ഞങ്ങൾ രാവിലെ ഇറങ്ങിയത് കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും കഴിക്കാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ പോകുന്ന വഴിക്ക് ഈ കാണുന്ന മെക്ഡിയിൽ നിർത്തി ഒരു റാപ്പും ചായയൊക്കെ കുടിച്ച് എല്ലാവരും ഒന്ന് സെറ്റായി. കാരണം ട്യൂലിപ്പ് ഫാമിൽ കയറി കഴിഞ്ഞ് എന്തായാലും ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്നുള്ളൊരു കാൽക്കുലേഷനിലൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ നയാഗ്ര ഓൺ ദ ലേക്ക്. പക്ഷെ പോകുന്ന വഴിക്ക് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഡൗട്ടായി ഈ പറയുന്ന സൺസെറ്റ്, ഗോൾഡൻ അവറൊക്കെ രീതിയിൽ ഫോട്ടോസോ അല്ലെങ്കിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനോ പറ്റുമോ എന്നുള്ളത്. പക്ഷെ അവിടെ എത്താനാകുമ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് പോലെ ഇച്ചിരി ഒന്ന് വെയിലൊക്കെ വന്നായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ടുള്ളതെല്ലാം ട്വിസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ ടാസ്കിൻ്റെ ട്യൂലിപ്പ് ഫാമിലെത്തി. ഞാൻ ഈ മുന്നിലിരിക്കുന്ന എൻ്റെ കെട്ടിയവൻ്റെ കയ്യിലൊന്ന് ഫോൺ കൊടുത്തായിരുന്നു, ഒന്ന് എൻട്രി ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ കെട്ടിയവൻ നല്ല കൃത്യമായിട്ട് ആ ഫാമിൻ്റെ എൻട്രി എഴുതിയിരിക്കുന്ന ബോർഡ് ഒഴികെ ബാക്കി എല്ലാം നല്ല വൃത്തിയിലെടുത്ത് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഉള്ളിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് ഇപ്പോൾ ഈ കാണുന്ന പോലെ 2 സൈഡും ട്യൂലിപ്സ് ഓൾറെഡി അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി, വണ്ടി പാർക്ക് ചെയ്തു. അപ്പം നമുക്ക് ഓൺലൈനായിട്ട് ഓൺ ദ വരുന്ന നമ്മളിപ്പോൾ ഈ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ടിക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ പ്രീ ബുക്ക് ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്ക് ആ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടും അവിടെ നിന്ന് ടിക്കറ്റ് നമുക്ക് മേടിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഡിഫറൻസ് ഉണ്ട്, നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോഴായാലും ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോഴും ടിക്കറ്റ് റേറ്റ്സിൽ വ്യത്യാസമുണ്ട്. അപ്പം നമ്മളെടുത്ത ടിക്കറ്റ്സ് ഓൺലൈനാണെങ്കിൽ നമ്മളത് അവിടെ കൊടുക്കുമ്പോൾ അവരത് സ്കാൻ ചെയ്യും. അപ്പോൾ അതങ്ങനെ സ്കാൻ ചെയ്തിട്ട് നമ്മൾ അകത്തോട്ടേക്ക് കയറി. പക്ഷേ ഇപ്പം മുതൽ ഏകദേശം നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ മനസ്സിലാവും അതിൻ്റെ ഒരു വെളിച്ചത്തിൻ്റെ കുറവ്. അപ്പം നമ്മളെ സൂര്യൻ ചതിച്ചിരിക്കുന്നു ഗൈസ്, സൂര്യനില്ലായിരുന്നു. അവിടെ എത്തുമ്പോഴേക്കും ആ ഉദ്ദേശിച്ച ഒരു ഗോൾഡൻ അവറോ സൂര്യനെയോ ഒന്നിനും കാണാൻ പറ്റിയിട്ടില്ല. നല്ലതുപോലെ ഒരു ക്ലൗഡി ആയിട്ടുള്ളൊരു ദിവസമായി മാറി. ഇപ്പം പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് കൊണ്ടുള്ളൊരു ട്യൂലിപ്പ് ഫാം കാണലായിരുന്നു അത്. പിന്നെ പോയ സ്ഥിതിക്ക് കാണാതെ വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ മഴയൊക്കെ പെയ്തു. അന്നേരം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മഴ പെയ്തപ്പോൾ അവിടെ ഒന്നും പ്രത്യേകിച്ച് ടെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ഫാം പോലെ ഇങ്ങനെ ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് നമുക്ക് മഴ പെയ്യുമ്പോൾ കയറി നിൽക്കാം. കാരണം ഞങ്ങളുടെ കയ്യിലൊന്നും പ്രത്യേകിച്ച് കുടയോ ഒന്നുമില്ല, ഒരു ജാക്കറ്റും ഇതൊക്കെ വെച്ചിട്ടാണ്, തൊപ്പിയില്ല, ഹുഡീസിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് നിൽക്കുക എന്നുള്ള ആ ഒരു ഇത് മാത്രം. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ഇടയ്ക്കൊന്ന് കയറി നിന്നു. അവിടെ ഒരു ടെൻറ്റോ 2 ടെൻറ്റോ മറ്റുണ്ട്. അപ്പോൾ അതിൽ നിറച്ച് ഓൾറെഡി ഇത്രയും ആൾക്കാർ ഇത് കാണാൻ വരുന്നതുകൊണ്ട് അത്യാവശ്യം അതങ്ങനെ തന്നെ നിന്നു. കാരണം ട്യൂലിപ്പ് ഫാമിൽ തന്നെ 3 മില്യൺ ട്യൂലിപ്പുകളുണ്ട് ഈ ഒരു ഫാമിൽ നിന്നാണ്. പക്ഷേ മഴ പെയ്തതുകൊണ്ടും പിന്നെ ആൾക്കാർ, കാരണം തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഇപ്പോൾ ഈ കാണുന്നത് പോലെ അവിടെ ഇവിടെയൊക്കെ പൂക്കളൊക്കെ വാടിക്കുത്തി ഇങ്ങനെ വീണ് കിടക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രോപ്പർ ബ്ലൂംഡ് ആയിട്ടുള്ള നമ്മൾ റീലുകളിലൊക്കെ കാണുന്നത് പോലത്തെ ഒരു രീതിയിലുള്ള വൈബായിരുന്നില്ല അവിടെ എത്തിയത്. പിന്നെ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പ്രതീക്ഷിച്ചതിൽ പോലെ അല്ല എന്നുള്ളത് അറിഞ്ഞപ്പോൾ, അല്ലെ കാണുമ്പോൾ അങ്ങനെ അല്ല എന്ന് കണ്ടപ്പോൾ. പക്ഷേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. കാരണം എല്ലാം നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടണമെന്നില്ല. ചിലതൊക്കെ നമുക്ക് നെഗറ്റീവായിട്ടും അല്ലെങ്കിൽ ചിലതൊക്കെ അങ്ങനെ ഓക്കെ ആവാതെ ഇരിക്കാം. അതും ഒരു എക്സ്പീരിയൻസ് ആണ്. എന്നാൽ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ ബാക്കിയൊക്കെ നമുക്ക് ഇച്ചിരി എഡിറ്റൊക്കെ ചെയ്തിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാം എന്നൊക്കെയുള്ളൊരു മൈൻഡിലായി. കാരണം ഇപ്പോൾ ഇത് കാണുന്ന പോലെ, കാരണം നമുക്ക് ആക്ച്വലി ഈ ഫാമിൽ കയറുവാണെങ്കിൽ ഒരാൾക്ക് 10 ട്യൂലിപ്പ് വെച്ചിട്ട് നമുക്ക് പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ലാസ്റ്റ് നമുക്കത് റാപ്പും ചെയ്ത് തരും. അപ്പം അങ്ങനെ ആൾക്കാർ വന്ന് പിക്ക് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു ഇതൊക്കെ ഏകദേശം ഭയങ്കരമായിട്ട് പറിച്ചിട്ട്
പകുതി ടുലിപ്സ് ഇല്ല, പകുതി ടുലിപ്പുണ്ട്, അങ്ങനെ ഒരു അവസ്ഥ. കാരണം ഇതിൻ്റെ അടിയിലൊരു എന്താ പറയുക, നമ്മുടെ ഉള്ളിയും അല്ലെങ്കിൽ വെളുത്തുള്ളിയൊക്കെ പോലത്തെ സൈസിലുള്ളൊരു കിഴങ്ങ് പോലൊരു സാധനമുണ്ട്. പക്ഷെ അത് കഴിക്കാൻ പറ്റുന്നതല്ല, അത് ഈ ടുലിപ്പിന് വേണ്ടി മാത്രം ഉള്ളതാണ്. അപ്പോൾ അതൊരു ഫോൾ സീസണൊക്കെ ആകുമ്പോഴാണ് ഇവർ ഈ മണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ കുഴിച്ചിട്ടിട്ട്, അത് വിൻ്റർ ടൈമൊക്കെ ഇങ്ങനെ മണ്ണിൻ്റെ അടിയിൽ തന്നെ നിന്ന് അതിനെ പ്രോപ്പർ അവരുടെ മെയിൻ്റെനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ സ്പ്രിങ്ങിൻ്റെ ടൈം ആകുമ്പോഴാണ് ഇത് ബ്ലൂം ആവുന്നത്. അപ്പോൾ ഇതൊരു മാക്സിമം പോയ 2 ആഴ്ച അത്ര വരെ നിൽക്കത്തുള്ളൂ. അത് കഴിയുമ്പോഴേക്കും ഈ പൂക്കളൊക്കെ കൊഴിഞ്ഞ് വീഴും. അപ്പോൾ അതിന് ശേഷം ഇത് മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അവരതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ബൾബ് എന്ന് പറഞ്ഞാൽ അതിന് പറഞ്ഞ ഈ ഒരു ഉള്ളിയുടെ സൈസും ഓണിയൻ്റെ സൈഡിൽ ഒരു കുഞ്ഞ് കിഴങ്ങ് പോലത്തെ, അപ്പോൾ അതെടുത്ത് വെച്ചിട്ട് വീണ്ടും പ്രിസർവ് ചെയ്ത് വെക്കും. അതായത് അടുത്ത കൊല്ലത്തേക്ക് വേണ്ടിയിട്ട്. അവിടുന്ന് ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടിലൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരിങ്ങനെ ഫ്ലവർ നമ്മൾ പിക്ക് ചെയ്തേക്കുന്ന ഫ്ലവർ നമുക്കൊരു ബൊക്കെ പോലെ നമുക്ക് റാപ്പ് ചെയ്തിട്ട് തരും. അപ്പോൾ നമുക്കിത് വീട്ടിൽ കൊണ്ടുപോകും. അപ്പോൾ ഞാനിതിവിടെ കൊണ്ടുവന്നിട്ട് ഒരു ഗ്ലാസ് ജാറിൽ വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് ദിവസം അതിങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞ് അത് മൊത്തത്തിൽ പെറ്റൽസൊക്കെ വീണിട്ട് അത് പോകും. സോ അങ്ങനെ നമ്മുടെ ലൈഫിൽ ചിലത് നമ്മുടെ പ്രതീക്ഷ പോലെ നടക്കാം, ചിലത് നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് നടക്കാം എന്നുള്ള തോട്ടിലാണ് ഞാൻ ഈ വ്ളോഗ് എൻഡ് ചെയ്യുന്നത്. പക്ഷെ എൻ്റെ കൂടെ ഈ 3 പേരും എന്നെ മാക്സിമം ചിയറപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാനായിരുന്നു ടുലിപ്പ് കാണാൻ പോവാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ചിയറപ്പ് ചെയ്തതിനുള്ള നന്ദി ഞാനിപ്പോൾ അറിയിക്കുന്നു. ഞാനതുകൊണ്ട് കൂടുതൽ വീഡിയോസൊന്നും ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ ഞാനിത് വ്ളോഗായിട്ട് ഇടുമെന്ന് ഞാൻ മൈൻഡിൽ വിചാരിച്ചില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇതും കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇതും ഒരു മെമ്മറിയാണ്. കുറച്ച് പേർക്കെങ്കിലും എൻ്റെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് വ്ളോഗായിട്ട് വരുന്നത് ടാറ്റാ ബൈ ബൈ, സീ യു.